ഞാനും ഓഗസ്റ്റും കൂടെ വൈകുന്നേരം പ്രകൃതി ഭംഗി കാണാനായിട്ട് ഇറങ്ങിയാണ്. നമ്മുടെ വയലൊക്കെ കണ്ടിട്ടില്ലല്ലോ, വയല് അതേപോലെ കുളം, അവിടെ പിള്ളേരൊക്കെ ഇപ്പൊ കുളിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ കാണാൻ പോവാം. ഞങ്ങളെല്ലാം ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതാണ് നമ്മുടെ മനോഹരമായ ഞങ്ങളെ വീടിന്റെ ഫ്രണ്ട് ഭാഗം. സംഭവം ഇവിടെ ഒരു ഫാക്ടറി ആയിരുന്നു ഗൈസ്. അപ്പൊ ഫാക്ടറി ഒക്കെ പൊളിച്ച് മാറ്റി. ഇവിടെ ഒരു ഫാക്ടറി ആയിരുന്നു, ഫാക്ടറി ഒക്കെ പൊളിച്ച് മാറ്റി. ഇപ്പൊ ഇവരെന്തോ വില്ലെന്തോ വരാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും വാപ്പ പോവാം. നമുക്കപ്പം ഇരുട്ടുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് നമ്മളപ്പം പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി പോവുകയാണ് ഗൈസ്. ഞാനും അഗസ്റ്റോയും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീടിന് ഇതിലിരിക്കുന്ന വണ്ടിയൊക്കെ ഉണ്ടോ, അത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഗൈസ്. അവിടെ ഇരിക്കുന്ന വണ്ടികൾ അഗസ്റ്റോ പുറയുന്ന എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, വലുതായിട്ട് മൈൻഡ് ചെയ്യായിരുന്ന മതി ഗൈസ്. നമ്മളെ ലുലുമാൾ കാണണം. ഇത് ഞങ്ങളുടെ വീട്ടിൽ, ഇത് ഞങ്ങളുടെ ലുലുമാളാണ് ഗൈസ്. നമ്മൾ വീണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ സൈക്കിൾ പോകുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്കിപ്പോൾ ബാഗ് കാണാൻ പറ്റും. അത് പാസ് ചെയ്തിട്ട് വേണ്ടാത്ത ചിന്തകൾ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫോക്കസ് ഓൺ കരിയർ നോട്ട് ഗേൾസ്. അതെ അതെ അതെ, ഫോക്കസ് ഓൺ കരിയർ നോട്ട് ഗേൾസ്. ഇതുണ്ട്, ഇതിനൊക്കത്തെ വഴികളൊക്കെ ഇപ്പോൾ നമ്മളവിടെ ഭയങ്കര കുറവാണ് ഗൈസ്. അതെ ഗൈസ്, മനോഹരമായ പ്രകൃതി ഭംഗികളാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിക്കറ്റ് കളികളൊക്കെ കാണാം. ഇവിടുത്തെ ചെറിയൊരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിയാണ് ഗൈസ്. ഇതൊക്കെ ഞങ്ങളുടെ ഏരിയ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഹായ് പറഞ്ഞേ, ഹായ്. ഇനി ഓടി വന്നേ, ഓടിയോ. ഇതാണ് ഞങ്ങളുടെ കാശിക്കുട്ടൻ. കൈ കൊടുത്തേ. കാശി ഇങ്ങനെ കമ്പനി കേട്ടോ. ആള് വരുന്നോ നീ ഞങ്ങളോടെ വയലിലോട്ട്? എന്നാ പോട്ടെ ഞങ്ങള്. നീ വരുന്നുണ്ടോ? പോട്ടെ ഞങ്ങള്. ഞങ്ങൾ കാശി എടുത്തുനിന്ന് വിട പറയുകയാണ്. കാശി ഒരു നൈസ് നമ്പർ കേട്ടോ. ബൈ. ഇത് ഞങ്ങള് മൂവായിരിക്കുന്നു ഗൈസ്. ആരി ഇല്ല, ബിസിയാ ബിസി. ജോലിക്ക് വരാൻ പോകുന്ന എന്താ അത് എന്നോടല്ലേ ഗൈസ് പറഞ്ഞാലോ. നമ്മള് ജോലിക്ക് ഞങ്ങള് ബിസിയാന്ന് അറിയില്ലല്ലോ. അറിയില്ലല്ലോ. നിങ്ങൾ ആരൊക്കെ പോകുന്നുണ്ട് കൂടി കാണാൻ? ഞങ്ങൾ എന്തോരം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങള് ഓഗസ്റ്റ് 14 തീയതി നമ്മളെവിടെ പോകുന്നത്? മാള് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കരുനാഗപ്പള്ളിയിലുള്ള എക്സ്ചേഞ്ച് മാളില് മറ്റേ കാർണിവൽ സിനിമാസിലാണ് നമ്മൾ പോകുന്നത്. അതെ, ഫസ്റ്റ് ഷോ തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. കാര്യം അല്ലെങ്കിൽ അതിനകത്തുള്ള സസ്പെൻസ് എല്ലാം ഇപ്പൊ കുറെ ഇതുണ്ടല്ലോ, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, വേറൊന്നും കൊണ്ട് അവരെല്ലാം പറയും. സോ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അതെല്ലാം കാണണം. കാരണം ഞങ്ങള് ലോകേഷിന്റെ മൂവി ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അല്ലാതൊന്നുമല്ലേ. മറ്റേ അതെ, രജനീകാന്തിന്റെ പടം എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ കാണാറൊന്നുമില്ല. പക്ഷേ ലോകേഷിന്റെ പടം ആയതുകൊണ്ടാണ്, ലോകേഷ് ഡയറക്ട് ചെയ്യുന്ന പടം ആയതുകൊണ്ടാണ് എന്നെയും കൂടെ എടുക്കുന്നു. പ്രകൃതിയിലുള്ള പുള്ളിക്കാരൻ രാവിലെ വൈകുന്നേരം പോയി മീനൊക്കെ മേടിച്ചോണ്ട് വീട്ടിലേക്ക് കറിയൊക്കെ. ഒരായ കൊടുത്തേ. അപ്പൊ ഞങ്ങൾ പോട്ടെ. നമുക്ക് കട കാണിച്ചു കൊടുക്കാൻ പോയാലും ആദ്യം പ്രകൃതി പ്രകൃതി കടയുണ്ട്. തേലക്കര അമ്പലത്തിൽ പോകാൻ പറ്റുമോ വഴി? അത് നമുക്ക് നമുക്ക് നെക്സ്റ്റ് നമ്മളത് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം നെക്സ്റ്റ് നമ്മൾ അവിടെ പോണേ. ഇപ്പൊ ഞങ്ങളെ ഇവിടുത്തെ മെമ്പേഴ്സ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. വേറെ സംഭവം ഉണ്ട്, താണ്ടേ പ്രകൃതി. ഇത് നമ്മുടെ റബ്ബർ കാടൊക്കെ ഉണ്ട് ഇവിടെ. അതുവഴി പോകുമ്പോഴത്തേക്കും നമ്മൾ അടുത്തൊരു ഷോട്ട് ഒരു ഷൂട്ട് ഇവിടെ വെച്ച് വരുന്നുണ്ട്. ഒരു പ്രേതത്തിന്റെ ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട്. ഉടനെ ഞങ്ങൾ വരുന്നുണ്ട്. ഉടനെ തന്നെ ഇവിടെ നമ്മളൊരു സംഭവം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നോക്കിയേ, എന്ത് മനോഹരമാണ്. കിടില ആംബിയൻസ് ഒക്കെ അവിടെ അകത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിടില ആംബിയൻസ്. വേണേ കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് പറയാം. വേണേ സ്ഥലം എവിടാന്നൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതെ, ഇതുവരെ പറഞ്ഞാൽ മനസ്സിലായില്ല. ദേവലക്കര അമ്പലം അപ്പുറം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ല. അല്ല, ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പം വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലമായിരിക്കും. നിങ്ങൾക്ക് കുളിക്കാൻ പറ്റിയ ഹിഡൻ സ്പോട്ട് ഉണ്ട്. പിടിച്ചതാ, കുളിക്കാൻ പറ്റും. അത് ഭയങ്കര വലിയ ഡേഞ്ചർ ഒന്നും ഇല്ലാത്തൊരു സ്പോട്ട് ഉണ്ട് ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ട് എത്താറായിരിക്കുന്നതാണ് ഗൈസ്. നമ്മുടെ സ്പോട്ട് ഓൾമോസ്റ്റ് എത്താറായി. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നീന്താനൊക്കെ ആയിട്ടുള്ളൊരു
ഒരു കുളമുണ്ട്, അവിടേക്ക് പോവാം. അവിടെ കിടിലം സ്പോട്ടാണ്. വലിയ ആഴമോ കാര്യമൊന്നുമില്ല, വളരെ അടുത്താണ്. നമുക്കിവിടെ വളരെ അടുത്താണ്. സോ ഒരു ഹിഡൻ ജെം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സ്പോട്ടാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, കുളിക്കാനൊക്കെ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരാം. ഒരു ഡേഞ്ചറൊന്നുമില്ല, വലിയൊരു പ്രശ്നമില്ല. വളരെ ആഴം കുറവാണ് ഇവിടെ. ഒരുപാട് സെൻറ്ററിലോട്ട് പോകാണ്ടിരുന്നാൽ മതി. അല്ലാത്ത വയസ്സ് ഇത് ഗുഡാണ് സംഭവം. ഇവിടുത്തെ സ്പോട്ട് കണ്ടില്ല. ഓക്കെ, ഇത്രയും ചെറിയൊരു റോഡിൽ കൂടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ്നസ് പോകാനൊക്കെ. പക്ഷേ രണ്ട് സൈഡിലും നല്ല മനോഹര, നല്ല പച്ചപ്പ് കണ്ട, പച്ചപ്പ് പോലെ അവിടെയുണ്ട് ഇവിടെയുണ്ട് നല്ല പച്ചപ്പ്. പിന്നെ ഇന്ന് കുളത്തില് പഴയ കാലത്ത് കാണുന്ന ഇന്ന് കുളത്തില് ആളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ ലേറ്റ് ആയി സംഭവം ലേറ്റ് ആയി. ഞാനെന്തായാലും ഇരുട്ടായിട്ട് ഇറങ്ങാന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ ഇറങ്ങിയത്. പക്ഷെ നിങ്ങൾക്ക് ഗുഡ്നസ് എല്ലാം കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ മിക്ക വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്ന സ്പോട്ട്. നമ്മൾ വീഡിയോസ് മാക്സിമം എല്ലാ വീഡിയോസും എടുക്കണം ഇവിടെ വെച്ചാൽ. അപ്പുറം ഇപ്പുറം ഒക്കെ ഇരുന്നിട്ട് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആ സ്പോട്ടാണ് ഇത് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുളം കാണിച്ചു തരാം. കുളം കാണിച്ചു തരാം ഗൈസ്. വേണ്ടി നല്ല വിശാലമായ കുളം. അത്യാവശ്യം നമുക്ക് താഴെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ല ക്ലിയർ വാട്ടറാണ്, വലിയ കുഴപ്പമില്ല. കണ്ട ഗുഡ്നസ് പ്ലേസ്, നല്ല ഗുഡ്നസ് ഉള്ള ഒരു പ്ലേസ് ആണ്. ആലിൻ്റെ അവിടെയൊക്കെ പോയിരിക്കാം. നമ്മൾ ആലിൻ്റെ അവിടെയൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയും നമ്മൾ ഇതിനകത്തുള്ള വ്ളോഗ്സൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.